എല്ലാവർക്കും നമസ്കാരം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ CDS നോട്ടിഫിക്കേഷൻ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് നോട്ടിഫിക്കേഷനും റിലീസായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ NDA NA നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ വന്ന നോട്ടിഫിക്കേഷനാണ് CDS. അപ്പോൾ ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. കേരളത്തിൽ പരീക്ഷാ സെൻറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയ ഡേറ്റ് കാണാം 20/5/2026 മെയ് 20 മുതൽ ജൂൺ മാസം 9 വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. എക്സാമിനേഷൻ ഡേറ്റ് കാണാം 13/9/2026, അതായത് സെപ്റ്റംബർ മാസം 13 പരീക്ഷയും നടത്തുന്നുണ്ട്. ഈ ഒരു CDS നോട്ടിഫിക്കേഷൻ വർഷം തോറും 2 നോട്ടിഫിക്കേഷൻ വെച്ചാണ് വിളിക്കാറ്. ഇപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ആദ്യത്തെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ 2026. അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ലാസ്റ്റ് ഡേറ്റാണ് പറയുന്നത് 9 ജൂൺ 9 വൈകുന്നേരം 6 മണിക്ക് മുന്നേ നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ലാസ്റ്റിലേക്കൊന്നും വെക്കേണ്ട, സൈറ്റ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയിലും കാണാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റിലേക്കൊന്നും വെക്കരുത് കേട്ടോ. എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അതൊക്കെ ആദ്യം തന്നെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ 100 വേക്കൻസി, IMA ഡെറാഡൂണിലേക്ക് 100 വേക്കൻസി. ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല, കേരളത്തിലെ കണ്ണൂർ ഏഴിമല, ഇന്ത്യൻ നേവൽ അക്കാഡമി 26 വേക്കൻസി. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് 32, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് 275, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഗേൾസിന് 18 വേക്കൻസി. മെൻ 275, ഗേൾസിന് 18. അങ്ങനെ ടോട്ടൽ ഓൾ ഇന്ത്യ 451 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. വേക്കൻസി കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ പരീക്ഷാ സെൻറ്ററുകൾ കോഴിക്കോട് സെൻറ്ററുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, പിന്നെ കൊച്ചിയിലുണ്ട്. ഈ 3 ജില്ലയിലാണ് കേരളത്തിലെ പരീക്ഷാ സെൻറ്റർ. ഓക്കെ, ഏജ് ലിമിറ്റ് IMAയിലേക്ക് 19 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽസിന് അപ്ലൈ ചെയ്യാം. ജൂലൈ 1, 2003 മുതൽ ജൂലൈ 1, 2008 ഇടയിൽ ജനിക്കണം. പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് 19 മുതൽ 24 പറയുന്നത് മെയിൽസിനാണ്. ജൂലൈ 1, 2003 മുതൽ ജൂലൈ 1, 2008 ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിൽ ജനിക്കണം. പിന്നെ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് 20 to 24 ജൂലൈ 1, 2003 മുതൽ ജൂലൈ 1, 2007 ഇടയിൽ ജനിക്കണം. ഓക്കെ, പിന്നെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി മെൻ 19 to 25. എല്ലാവരും അൺമാരീഡ് ആയിരിക്കണം കേട്ടോ. 19 to 25 ജൂലൈ 1, 2002 തൊട്ട് ജൂലൈ 1, 2008 ഇടയിൽ ജനിക്കണം. ഇനി പെൺകുട്ടികൾക്ക് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി SSC വുമൺ നോൺ ടെക്നിക്കൽ വരുന്നുണ്ട്. 19 വയസ്സ് മുതൽ 25. ഈ ഒരു പോസ്റ്റ് മാത്രം, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി SSC വുമൺ നോൺ ടെക്നിക്കൽ കോഴ്സിലേക്ക് മാത്രമാണ് പെൺകുട്ടികൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. 19 വയസ്സ് മുതൽ 25 പറയുന്നത്. കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ 1, 2002 തൊട്ട് ജൂലൈ 1, 2008 പറയുന്നത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ വേണ്ടത് IMA അതുപോലെ OTA രണ്ടിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം. പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ BSc ഫിസിക്സ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ഇൻ 10+2 ലെവൽ, +2 സയൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് ഡിഗ്രിയാണ് വേണ്ടത്. 10+2 സയൻസ് പഠിക്കണം. അതല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപേക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫീസ് വരുന്നുണ്ട് 200 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. ഫീമെയിൽസിന് ഫീസില്ല, അതുപോലെ SC ST കാൻഡിഡേറ്റ്സിനും ഫീസ് വരുന്നില്ല. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ അപേക്ഷ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് 2 മണിക്കൂർ 100 മാർക്കിന്, ജനറൽ നോളജ് 2 മണിക്കൂർ 100 മാർക്കിന്, എലമെൻ്ററി മാത്തമാറ്റിക്സ് 2 മണിക്കൂർ 100 മാർക്കിനുള്ള പരീക്ഷയായിരിക്കും. ഈ ഒരു എക്സാം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഇന്ത്യൻ നേവൽ അക്കാഡമി, എയർഫോഴ്സ് അക്കാഡമിയിലേക്കുള്ള സിലബസാണ്. ഇനി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ആണെങ്കിൽ ഇംഗ്ലീഷും GK മാത്രമേ ഉണ്ടാവുള്ളൂ, മാത്സ് ഉണ്ടാവില്ല. ഇംഗ്ലീഷ് 2 മണിക്കൂർ 100 മാർക്കിന്, GK 2 മണിക്കൂർ 100 മാർക്കിന്. ഓക്കെ, അപ്പോൾ എക്സാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് അവൈലബിൾ ആവുള്ളൂ, മലയാളത്തിൽ പരീക്ഷയൊന്നുമില്ല. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ SSB ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്നൊരു സെലക്ഷനാണ്. അപ്പോൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, GK, എലമെൻ്ററി മാത്തമാറ്റിക്സിൽ അരിത്തമെറ്റിക് വരുന്നുണ്ട്, അൾജീബ്ര വരുന്നുണ്ട്, ട്രിഗണോമെട്രി വരുന്നുണ്ട്, ജിയോമെട്രി, മെൻസുറേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻ്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതായത് SSB ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് 1/3 3 റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ നിങ്ങളുടെ 1 മാർക്ക് നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ എക്സാമിന് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ
ടാഗ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്, അതായത് ബുക്ക്. ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ കിട്ടാവുന്ന സോഴ്സുകളെല്ലാം യൂട്ടിലൈസ് ചെയ്തോളൂ. കാരണം നല്ലൊരു കോമ്പറ്റീഷനുള്ളൊരു എക്സാം ആയിരിക്കും. ഓഫീസേഴ്സ് പാക്കേജാണ്. സാലറി നമുക്കറിയാം. ആദ്യം തന്നെ നിങ്ങളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്ക് 56,100 തൊട്ട് 1,77,500 വരെ സാലറി കിട്ടാവുന്ന റാങ്കാണ്. അതിനുശേഷം ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് ഗാർണർ തുടങ്ങി ഒരുപാട് റാങ്കിലേക്ക് പ്രൊമോഷൻ. ഫൈനലി നിങ്ങൾക്ക് COS എന്നൊരു റാങ്കിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2,50,000 രൂപ ഫിക്സഡ് സാലറി കിട്ടും. അതിൻ്റെ കൂടെ വിത്ത് അലവൻസുകളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്കും ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. 2.4 കിലോമീറ്റർ 10 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ആൺകുട്ടികളും 13 മിനിറ്റ് കൊണ്ട് പെൺകുട്ടികളും ഓടിക്കയറണം. പിന്നെ പുഷപ്പ് വരുന്നുണ്ട് 40 എണ്ണം ബോയ്സിനും 15 എണ്ണം ഗേൾസിന്. പുള്ളപ്പ് വരുന്നുണ്ട് 6 എണ്ണം ബോയ്സിന് 2 എണ്ണം ഗേൾസിന്. സിറ്റപ്പ് 30 എണ്ണം ബോയ്സ് എടുക്കണം, 25 എണ്ണം ഗേൾസ്. പിന്നെ സ്ക്വാഡ്സ്, ലഞ്ചസ്, സ്വിമ്മിങ്ങും വരുന്നുണ്ട്. ഓക്കെ, ഇതിലേക്കാണ് IMAയിലേക്കും OTA മാത്രം. ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കൊന്നും വരുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വരുന്നത്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 9 ജൂൺ മാസം 9 മുന്നേ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക്